ഇന്ത്യയും ഖത്തറും തമ്മിൽ ധാരാളം പുതിയ വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചു. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെച്ചു. കൂടുതൽ ഊഷ്മളമായി മുമ്പോട്ട് പോകാനുള്ള എല്ലാ തരത്തിലുള്ള ചർച്ചകളും നയിച്ചു. ഇന്ത്യ എക്കാലത്തെയും ഖത്തറിന്റെ പ്രിയ സുഹൃത്താണ്. മോദി തന്റെ വ്യക്തിപരമായ സുഹൃത്താണ്. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം കാലാതീതം തുടരണം എന്നാണ് ഖത്തർ അമീർ പറഞ്ഞത്. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഖത്തറിന്റെ ജനസംഖ്യയുടെ 27% ഇന്ത്യക്കാരാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നവർ അവിടുത്തെ പൗരത്വം എടുക്കാറുണ്ട്. എന്നാൽ ഖത്തറിൽ അങ്ങനെയില്ല. അവിടെയുള്ള ആകെ ജനസംഖ്യയുടെ 27% ഏതാണ്ട് 10 ലക്ഷത്തിനടുത്ത് ഇന്ത്യക്കാരാണ്. സമസ്ത മേഖലകളിലും, ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, IT മേഖലയിൽ മാത്രമല്ല, കൺസ്ട്രക്ഷൻ മേഖലയിൽ അടക്കം സാധാരണ പ്രത്യേക നൈപുണ്യമില്ലാത്ത മേഖലകൾ മുതൽ ഉയർന്ന മേഖലകൾ വരെ ഇന്ത്യക്കാർ ജോലി ചെയ്യുകയാണ്. ഒരുപാട് ഇന്ത്യൻ ബിസിനസ്സുകാർ ഖത്തറിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഖത്തർ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഇന്ത്യയാണ്. ഒരു രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 27% മറ്റൊരു രാജ്യത്തെ പൗരന്മാരാണ് എന്നത് തന്നെ ചെറിയ കാര്യമല്ല. അങ്ങനെ ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള ആ ബന്ധം കൂട്ടിയുറപ്പിക്കുക, ഇന്ത്യക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുക, വിസ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുക, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ ഊഷ്മളമാക്കുന്ന തരത്തിൽ മോദിയും ഖത്തർ അമീറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. നിറഞ്ഞ മനസ്സോടെയാണ് അമീർ മടങ്ങിപ്പോകുന്നത്. ഇനിയും ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ട് പോകും. ഈ ഒരു ഊഷ്മളമായ ബന്ധം നിരാശപ്പെടുത്തുന്നത് വാസ്തവത്തിൽ മോദി വംശഹത്യക്കാരനാണ്, മുസ്ലിം വിരോധിയാണ്, മോദി തുലയട്ടെ എന്ന് ബഹളം വയ്ക്കുന്ന ഈ നാട്ടിലെ കുറച്ചു പേരെയാണ്. ഇത്തരം പൊട്ടിക്കരച്ചിലുകൾ കരഞ്ഞു മാത്രമേ തീർക്കാൻ കഴിയൂ. അവർ കരയട്ടെ. ഭാരതവും ഖത്തറും ഊഷ്മളമായ ബന്ധത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും.